നമസ്കാരം. നല്ലയിൽ ആയുർവേദയിൽ നിന്നും ഞാൻ ഡോക്ടർ ലക്ഷ്മി ശരണ്യ. ഇപ്പോൾ ഈ മഴക്കാലം തുടങ്ങിയതിന് ശേഷം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലുള്ള പ്രശ്നങ്ങളാണ് ചുമ, ഇടയ്ക്കിടയ്ക്കുള്ള തുമ്മൽ, ജലദോഷം, കഫക്കെട്ട്. അപ്പം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് ഒഴിവാക്കാനോ അല്ലെങ്കിൽ അത് വരാതിരിക്കാനോ വേണ്ടി നമുക്ക് ചില ഗൃഹവൈദ്യങ്ങൾ ചെയ്യാൻ പറ്റും. അതെന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമായിട്ടും ഈ മഴക്കാലത്ത് ചെറിയ കുട്ടികൾക്കാണ് ഇത്തരം പ്രശ്നങ്ങൾ എപ്പോഴും കണ്ടുവരാറുള്ളത്. അവർ സ്കൂളിൽ പോയി തുടങ്ങിക്കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം അവർക്ക് ജലദോഷം ചുമ എന്തായാലും വന്നിട്ടുണ്ടാവും. അതല്ലെങ്കിൽ കുട്ടികളുടെ അടുത്ത് പകരുകയും ചെയ്യും. അപ്പോൾ ഇമ്മ്യൂണിറ്റി ഒക്കെ കുറവുള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പനിക്കൂർക്കയിൽ വെച്ചിട്ടുള്ള ചില പ്രയോഗങ്ങൾ. ഈ പനിക്കൂർക്കയില എന്ന് പറയുമ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് സുലഭമായി കാണുന്ന ഒരു ചെടിയാണ്. നല്ല കട്ടിയുള്ള ഒരു ഇലയായിരിക്കും. അതിനൊരു പ്രത്യേക ഒരു സ്മെല്ലും ഉണ്ടായിരിക്കും. അപ്പം ഇത് അറിയാത്തതായിട്ടുള്ള ആൾക്കാർ വളരെ കുറവായിരിക്കും അല്ലേ. അപ്പോൾ ഈ പനിക്കൂർക്കയില വെച്ച് നമുക്ക് അതിൻ്റെ നീര് ഇടിച്ച് പിഴിഞ്ഞ് തേന് കൂട്ടി കൊടുക്കുന്നത് ഇതുപോലത്തെ ചുമ, ശ്വാസകോശ സംബന്ധമായ ചെറിയ പ്രശ്നങ്ങൾ, കഫക്കെട്ട്, ഇടയ്ക്കുള്ള മൂക്കൊലിപ്പ് ഒക്കെ തടയാൻ വളരെയധികം സഹായിക്കും. ഇതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 പനിക്കൂർക്കയുടെ ഇല എടുത്തിട്ട് അതിൻ്റെ നീരെടുക്കുക. അതുപോലെ തന്നെ ഒരു ശുദ്ധമായ മഞ്ഞൾപ്പൊടി ഒരു നുള്ളെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ തേനും ഒഴിച്ച് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് നമുക്ക് കൊടുക്കാം. കുട്ടികൾ കുടിക്കുന്നത് സാധാരണ വെള്ളമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അതേപോലെ നമുക്ക് വെള്ളം തിളപ്പിക്കുമ്പോൾ അതിൽ 2 പനിക്കൂർക്കയില ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളവും നമുക്ക് കുടിക്കാൻ കൊടുക്കാം. പിന്നെ ഇമ്മ്യൂണിറ്റി ഒക്കെ കുറഞ്ഞ കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും രാവിലെ എണീറ്റ് വെറും വയറ്റിൽ നമുക്ക് പനിക്കൂർക്കയുടെ ഇല നീര് തേനിലോ പനങ്കൽക്കണ്ടത്തിലോ മിക്സ് ചെയ്ത് കൊടുക്കാം. വലിയ ആളുകൾക്കും ദഹന പ്രശ്നങ്ങളോ ഇതുപോലെ ചുമയോ കഫക്കെട്ട് അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഇതുപോലെ ഡെയിലി ഈ പനിക്കൂർക്കയുടെ ഇല 2-3 തവണയായിട്ട് കഴിക്കാം. അത് വളരെ ബെനിഫിഷ്യലാണ്. അതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് മൂക്കുടപ്പൊക്കെ ഉണ്ടെങ്കിൽ ഈ പനിക്കൂർക്കയുടെ ഇല നമ്മൾ കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതൊന്ന് മണപ്പിക്കുക എന്നുള്ളത്. അതിനൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു മണമുണ്ട്. ആ ഒരു മണം അകത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് മൂക്കുടപ്പൊക്കെ ഒരു പരിധി വരെ ചെറുതായിട്ട് മാറ്റാൻ നമുക്ക് കഴിയും. അതേപോലെ നമുക്ക് ചെറിയ കുട്ടികൾ വളരെ ഒരു 2-3 മാസം തൊട്ട് ചെറിയ കുട്ടികൾ കുളിക്കുന്ന വെള്ളത്തിൽ നമുക്ക് പനിക്കൂർക്കയില അതുപോലെ തുളസിയൊക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ച് കുളിപ്പിക്കുകയാണെങ്കിൽ ഇത്തരം നീർവീഴ്ച അല്ലെങ്കിൽ നീർക്കെട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാം.